സാറേ. പക്ഷെ എന്നെ DFO വിളിച്ചു വിളിച്ചു പറയാ, അജീഷ നിങ്ങൾ കോടതിയിൽ പോയില്ല എങ്കിൽ വണ്ടി നിങ്ങൾക്ക് വിറ്റ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ ഡേറ്റിന് അവിടെ ചെന്നപ്പോ ഈ DFO പറയാ ഞാൻ അങ്ങനെ മിണ്ടിട്ടില്ല. എന്റെ ഇപ്പൊ 4.5 വർഷമായി സാറേ. ഈ വണ്ടി ഏത് വണ്ടി ഉള്ളവരാണേലും ഈ വണ്ടിയെ കുറിച്ച് അറിയാം. ഏത് വണ്ടി ജസ്റ്റ് ഓണറോ വണ്ടി ഓടിക്കുന്ന ഒരു ഓപ്പറേറ്റർക്ക് അറിയാം. വണ്ടി നമ്മൾ കണ്ടറിയാം. ഇതിന്റെ അകത്ത് എനിക്ക് വണ്ടി വിറ്റ് കിട്ടത്തില്ല എങ്കിൽ, ഇനിയും കിട്ടത്തില്ല എങ്കിൽ ഇനി കടുത്ത സമരമുറ എനിക്കില്ല. ഒരു കുടുംബം അത് പോവാം. വേറെ മാർഗമില്ല സാറേ. ഞാൻ എന്ത് ചെയ്യും? യുമാറിലൊക്കെ വാർത്താനം കേട്ടുണ്ട്. ഞാൻ കൊണ്ടിട്ട് കൊടുത്തിട്ട് അനുഭവിക്കുന്ന ഈ നിൽക്കുന്ന പിന്നീ നിൽക്കുന്നവരെ എത്ര ചേട്ടാ അന്നുണ്ടോ ഇല്ലാന്ന് എനിക്കറിയില്ല. എന്നെ യുമാര് പറയുന്ന വർത്താനങ്ങൾ ഒരു വാക്ക് മാറി എന്നെ തല്ലാനായിട്ട് ഇതിന്റെ അകത്തുണ്ടായിരിക്കുന്ന ആളുകൾ അതെല്ലാം മാറി മാറി നിൽക്കുക. ഇവര് കുറുപടിയായിട്ട്, അതായത് ഈ ടി സന്തോഷം എന്ന് പറയുന്ന ആള് പറയുന്ന വാക്ക് ഒരു കമാന്നുള്ള കീന്നോ അല്ലെങ്കിൽ ഒരു ദീർഘോ ഹോമയോ വിട്ടുപോയ എന്നെ തല്ലാനായിട്ട് ഈ വാഷ് ഡിപ്പാർട്ട്മെന്റ് 5-6 പേരുടെ കാത്തു വരുന്നു. ഇവര് പറയുന്ന കാര്യം ഞാൻ എന്ത് എഴുതുന്നു സാറേ? എനിക്ക് എന്റെ വീട്ടിൽ പോയി എന്റെ പെണ്ണെ പിള്ളേരെ നോക്കണ്ടേ? ഞാൻ തല്ലുകൊണ്ട് ഇവിടെ കാണാൻ മതിയോ? വളരെ കഷ്ടം പിടിച്ച ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പാവം ഒരു JCB ഒക്കെ എടുത്ത് ജീവിതം മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു JCB ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചാൾ ഇപ്പോൾ നമ്മൾ ഒരു കൂലിക്ക് ഒരു ഓട്ടോ ഓടിച്ച് നടക്കുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും നമുക്കൊരു ഓട്ടോ എടുക്കണമെന്ന്. ഒരു പക്ഷേ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ CC ഇട്ട് ഒരു ഓട്ടോ എടുക്കും. പെട്ടെന്ന് ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതമാർഗ്ഗം ഇല്ലാതാവും, ഓട്ടോയുടെ CC അടയണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് JCB. അത് ഒരുപാട് വലിയ തുകയാണ്, കൊച്ചു തുകയല്ല. അതായത് ഒരു മാസം 50,000 രൂപ വെച്ച് CC അടയ്ക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ കേരള വനം വകുപ്പ് ഒരു വളരെ നിരുത്തരപരമായിട്ട് ആണ് ഈ ഒരു കാര്യത്തെ സമീപിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിലിടുന്നെങ്കിൽ ജയിലിലിടാം, അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്കെതിരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞു. അത് അത്രയ്ക്ക് വലിയ കുറ്റമാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ആ ഒരു കേസിന്റെ ഒരു ഇതനുസരിച്ച്. ഒന്നാമത്തെ കാര്യം, ഈ കേരള ഫോറസ്റ്റിന്റെ ഒരു ഇതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് പൊതുവെ ജനങ്ങൾ. ഈ വനത്തിന്റെ അതിർത്തിയായിട്ടുള്ള ഈ ഏരിയയിലെല്ലാം, ഇപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ്, ഈ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം വനത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയയാണ്. ഞങ്ങളെല്ലാം ജീവിക്കുന്നത് ഒരുപാട് ഭയത്തോട് കൂടിയിട്ടാണ്, ആനയും മറ്റുള്ള ജീവികളും ഒക്കെ. അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ ഇതുപോലെ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ ഇങ്ങനെ ദ്രോഹിച്ച് ഇനിയിപ്പോൾ അവനിനി കുടുംബത്തോട് ആത്മഹത്യ ചെയ്ത് ഇതെല്ലാം കഴിയുമ്പോൾ കൊണ്ടുപോയി സർക്കാരിൻ്റെ വക ഒരു റീത്ത്, അല്ലെന്നുണ്ടെങ്കിൽ വനം വകുപ്പിൻ്റെ വക ഒരു 5 ലക്ഷം രൂപ, ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അത്രയൊക്കെ ഒരു ജീവന്റെ വിലയായിട്ടൊക്കെ അവർ തരത്തുള്ളൂ. പക്ഷെ അതൊന്നും ശരിയല്ല. അവൻ എത്രയും പെട്ടെന്ന്, എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത്രയും നാൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പോയി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആ ഒരു ഇതുകൊണ്ടൊക്കെ പോയി, ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റു, ഇത് കൃത്യമായിട്ട് പഠിച്ച് ഇതിനകത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ആ വണ്ടി വിട്ടുകൊടുക്കണം. ഒരു പാവമല്ല, എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ.